രാം നാരായണ രാം. എല്ലാ കാര്യങ്ങളിലും ശരീരം സുഖദായകവും ആരോഗ്യകരമായിരിക്കണം എന്ന് പറയുകയാണ്. ശരീരം ആരോഗ്യകരമായി ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ ഏതെങ്കിലും പ്രവൃത്തി സാധ്യമാകട്ടെ. ശരീരത്തെ സജീവമായിരിക്കും നിലനിർത്തുന്നതിനുള്ള അനേകം മാർഗങ്ങളുണ്ട്. മരങ്ങളും സസ്യങ്ങളും ജീവിതത്തിലേക്ക് മാറ്റാൻ പ്രകാശം, വായു, വെള്ളം, ശരിയായ പച്ചക്കറികൾ കൊടുക്കുന്നത് വിത്തിനെ ആരോഗ്യമുള്ള കൃഷിയായി മാറ്റുന്നു. അതിനുശേഷം അതിന്റെ പരിപാലനവും വേണം. ഈ ശരീരത്തെയും ദീർഘായുസുള്ളതാക്കാമായിരുന്നു. നമ്മുടെ ഉള്ളിൽ പല വസ്തുക്കളുമുണ്ട്. അവ എപ്പോഴും വളരാൻ അവസരമൊന്നുമില്ല. വിവിധ പ്രക്രിയകളിലൂടെ അവനെ സമ്പൂർണ്ണമാക്കുന്നതിലൂടെ ശരീരം അമർത്തവും ലഭിക്കുന്നു. യോഗാസ് ഇതിനായി ചെയ്യപ്പെടുന്നു. ശ്വാസത്തിന്റെ പ്രക്രിയ നിയന്ത്രണം വളരെ നല്ലതാണ്. എങ്കിലും അതിനില്ലെങ്കിലും എവിടെയും അപകടമില്ല. നമ്മുടെ ശരീരത്തിൽ ക്യാമറ ലെൻസ് പോലുള്ള ചിത്രങ്ങൾ എടുക്കാനുള്ള ശേഷിയുണ്ട്. അവയുടെ പുഷ്പിപ്പിക്കുന്നതോടെ അനേകം ക്ലിഷ്ടമായ പ്രശ്നങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുന്നു. ഈ യോഗാഭ്യാസങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് അനേകം ജോലികൾക്കിടയിൽ അനുകൂലതകൾ ഉണ്ടാക്കാനും നമ്മുടെ ഇവിടെ ഇതിന് ഏതെങ്കിലും ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ എല്ലാം ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നില്ല. അതിനാൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാം നേടാൻ ക്രമീകരണം വേണം. ശബ്ദം ഇത്തരമൊരു മാർഗമാണ്. ഈ ശബ്ദത്തിന്റെ വഴി മന്ത്രമാണ്. ഈ മന്ത്രം അല്ലെങ്കിൽ ശബ്ദം സ്മരണയുടെ വഴി ഒഴുകുന്നു. അതിനാൽ മനസ്സിൽ തന്നെ മന്ത്രം ജപിച്ച് ഓർത്താൽ ശാരീരിക, മാനസിക എല്ലാം ഫലങ്ങൾ ലഭിക്കും. യോഗാഭ്യാസം ചെയ്യുന്നതിലൂടെ സംഭവിക്കാത്ത കാര്യങ്ങൾ മന്ത്രജപവും സ്മരണയും വഴി സംഭവിക്കുന്നു. യോഗ, പ്രാണായാമം തുടങ്ങിയവ രക്തവും ശരീരവും ബാധിക്കുന്നു. മനസ്സിൽ ഓർക്കുമ്പോൾ ഉത്ഭവിക്കുന്ന ഗർജനം മേഘത്തിന്റെ ഗർജനത്തോടെ അനുയോജ്യമാണ്. ശൂന്യമായ ആകാശത്തിൽ മേഘങ്ങൾക്കുള്ള വെള്ളത്തുള്ളികളാൽ നിറഞ്ഞുപോയപ്പോൾ അതിന്റെ ഉള്ളിൽ വൈദ്യുതിയും ഗർജനവും ഉണ്ടാകും. ശൂന്യത്തിൽ അണുക്കളുടെ സംഗമം ഗർജനം, പ്രകാശം, മഴ എന്നിവ ഉണ്ടാക്കുന്നു. മനസ്സും ഈ ശൂന്യത്തിൽ ആശ്രയിച്ചാണ് നിയന്ത്രിതമില്ലാത്ത വേഗത്തിൽ അനേകം അണുക്കളെ സംഗ്രഹിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തി മനസ്സിന്റെ അനുസൃതമായി എല്ലാ അണുക്കളിൽ നിന്നും ബാധിച്ച് മഹാശൂന്യത്തിന്റെ വഴിയിൽ സ്പൂട്നിക്കിന്റെ പോലെ നീങ്ങുന്നു. അതിദ്രുത വേഗത്തിൽ ചലിക്കുന്നതിനാൽ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം ആകാശത്തേക്കുള്ള വഴി എത്തുന്നു. ഫലസൂപം, കൽപ്പന, മനസ്സ് എന്നിവയിലെല്ലാം ആശ്രിതമാണ്. ഇത് കണ്ണിൽ കാണാനാവില്ല, കാണിക്കാനാവില്ല, കൽപ്പന ചെയ്യാനാവില്ല. ഇത് മനസ്സിലാക്കാനും അനുഭവപ്പെടുത്താനുമുള്ള വസ്തുവാണ്.